നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ MLS LAFC വേഴ്സസ് ഇന്റർ മയാമി മത്സരം കഴിഞ്ഞതിന് ശേഷം ലയണൽ മെസ്സി കട്ടക്കലിപ്പിലായിരുന്നു. കളിക്കളത്തിൽ അദ്ദേഹത്തെ പലവട്ടം ഫൗൾ ചെയ്തിട്ടും റഫറി അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതിൽ അദ്ദേഹത്തിന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. കളി കഴിഞ്ഞിട്ട് റഫറിയുടെ പിന്നാലെ പോകുന്ന ലയണൽ മെസ്സി നമ്മൾ കണ്ടു. ലൂയിസ് സുവാരസ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതായത് കളിക്കാർ പോകേണ്ട ഡോർ ഒരു ഭാഗത്ത്, ഒഫീഷ്യൽസ് കടക്കേണ്ട ഡോർ മറ്റൊരു ഭാഗത്ത്. മെസ്സി ഒഫീഷ്യൽസിന് പിന്നാലെ, റഫറിക്ക് പിന്നാലെ ചൂടായി പോകുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. അത് വയലേഷനാണ്, അദ്ദേഹത്തിനെതിരെ നടപടി വന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ MLS കാര്യം വ്യക്തമാക്കുന്നു. മെസ്സി തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മെസ്സിക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ദി അത്ലറ്റിക് ആണ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫുട്ബോൾ വിഭാഗം ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, മേജർ ലീഗ് സോക്കർ സേസ് ലയണൽ മെസ്സി ഡിഡ് നോട്ട് വയലേറ്റ് ലീഗ് പോളിസി. മെസ്സി ലീഗ് പോളിസി ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല എന്ന് MLS അറിയിക്കുന്നു. അതായത് റഫറിയെ ഒരു ഡോറിലൂടെ പിന്തുടർന്നു പോയ ലയണൽ മെസ്സി, ഇന്റർ മയാമിയുടെ 3-0 ലോസിന് ശേഷം റഫറിക്ക് പിന്നാലെ പോയ മെസ്സി ഒരു തരത്തിലുള്ള ലീഗ് പോളിസിയും വയലേറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവില്ല. MLS ഈ മാറ്റർ റിവ്യൂ ചെയ്തു. ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം വിശദമായിട്ട് തന്നെ MLS ഈ ഒരു കാര്യം റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ മെസ്സി റഫറിയുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ തെറ്റൊന്നുമില്ല എന്നാണ് MLS തീരുമാനിച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ ലൂയിസ് സുവാരസ് ലയണൽ മെസ്സിയെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സുവാരസ് അദ്ദേഹത്തെ പിടിക്കുന്നുണ്ട്, മെസ്സിയുടെ കയ്യിൽ ആമുൽ പിടിക്കുന്നുണ്ട്. എന്നാലും മെസ്സി ആ ഡോറിലൂടെ അകത്തേക്ക് കടന്നു പോകുന്നതാണ് കാണുന്നത്. 8 സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. MLS സ്പോക്സ് പേഴ്സൺ പറയുന്നത്, ദി അത്ലറ്റിക്കിനോട് പറഞ്ഞതായിട്ട് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത്, ആ വീഡിയോയിലുള്ള ഡോറ് അത് റഫറിയുടെ ലോക്കർ റൂം ആയിരുന്നില്ല. മെസ്സി റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല. ലീഗ് കാര്യങ്ങൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു വയലേഷനുമില്ല. അതുകൊണ്ട് തന്നെ കേസ് ഇവിടെ ക്ലോസ് ആവുകയാണ് എന്ന് MLS സ്പോക്സ് പേഴ്സൺ പറഞ്ഞു എന്നാണ് ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ മെസ്സി റഫറി പോയതിന് പിന്നാലെ ആ ഡോറിലൂടെ അകത്തേക്ക് കടന്നിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും വീഡിയോയിലൂടെ കണ്ടതാണ്. പക്ഷെ അത് റഫറിയുടെ ലോക്കർ റൂമല്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ല. മെസ്സി റഫറിക്ക് നേരെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയില്ല. ഈ കേസ് ഇവിടെ ക്ലോസ് ആകുന്നു. ഇതാണ് MLS നിലപാട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.